പ്രിയപ്പെട്ട കുട്ടികളെ, +1 ഇംപ്രൂവ്മെൻറ്റിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ കുറച്ച് ക്വസ്റ്റ്യൻസുകളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ആദ്യത്തെ ചോദ്യം നമ്മൾ ബോർഡിൽ എഴുതിയിട്ടുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 3 ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞതാണ്. അതുകൊണ്ട് നമ്മളിവിടെ 4ാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ടാണ് പറഞ്ഞു പോകുന്നത്. എന്താണ് ചോദ്യം പറയുന്നത് എന്നൊന്ന് പരിശോധിക്കാം. ഒരു സ്ട്രൈറ്റ് ലൈൻ ഇക്വേഷൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതിനെ നോർമൽ ഫോമിലേക്ക് മാറ്റണം. രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ പറയുന്നത് ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ഓഫ് ദിസ് ലൈൻ ഫ്രം ദ ഒറിജിൻ. ഒറിജിനിൽ നിന്ന് ഈ ലൈനിലേക്കുള്ള അകലമാണ് കണ്ടുപിടിക്കാനുള്ളത്. നോർമൽ ഫോം എന്ന് പറഞ്ഞാൽ ഫോർമുല സെക്ഷനിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, എക്സ് കോസ് ഒമേഗ പ്ലസ് വൈ സൈൻ ഒമേഗ ഈക്വൽ ടു പി. അതിലെ പി എന്ന് പറയുന്നത് ഒറിജിനിൽ നിന്നും ലൈനിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. ഒമേഗ എന്ന് പറയുന്നത് ഒറിജിനിൽ നിന്നും ലൈനിലേക്ക് നമ്മളൊരു പെർപെൻഡിക്കുലർ ലൈൻ വരച്ചാൽ ആ പെർപെൻഡിക്കുലർ ലൈൻ എക്സ് ആക്സിസുമായി ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് ഒമേഗ എന്ന് പറയുന്ന കാര്യം. നമ്മൾക്ക് നോർമൽ ഫോമിലേക്ക് ആക്കാൻ വേണ്ടി ഏത് ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാലും നമ്മൾ സ്റ്റാൻഡേർഡ് ഇക്വേഷനുമായിട്ട് കമ്പയർ ചെയ്യുക. എന്നിട്ട് എ എന്ന് പറയുന്ന കാര്യവും ബി എന്ന് പറയുന്ന കാര്യവും കണ്ടെത്തുക. റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ കണ്ടുപിടിക്കുക. എത്രയാണോ അതിൻ്റെ വാല്യൂ കിട്ടുന്നത് എല്ലാ ടേമിനെയും ആ വാല്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. എന്നിട്ട് നമ്മളതിനെ നോർമൽ ഫോമിലേക്ക് ആക്കുന്നു. അവിടെ നിന്ന് നമുക്ക് എന്ത് പറയാം, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസും ഒമേഗയും ഒക്കെ നമുക്ക് കാണാൻ വേണ്ടി പറയാം. ഇവിടെ നമുക്ക് ഒമേഗ കാണാൻ പറഞ്ഞിട്ടില്ല, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇവിടുത്തെ ലൈനിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എക്സ് മൈനസ് വൈ ഈക്വൽ ടു 4. നമ്മുടെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ എന്താണ്, ax പ്ലസ് ബി വൈ പ്ലസ് സി ഈക്വൽ ടു 0. അപ്പോൾ എക്സിന്റെ കോഎഫിഷ്യന്റ് ആണ് എ വരിക, വൈന്റെ കോഎഫിഷ്യന്റ് ആണ് ബി വരിക. അപ്പോൾ എ എന്ന് പറയുന്നത് 1 ആയിരിക്കും, ബി എന്ന് പറയുന്നത് -1 ആയിരിക്കും. അടുത്ത സ്റ്റെപ്പ് ചെയ്യേണ്ടത് റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഈക്വൽ ടു റൂട്ട് ഓഫ് 1 സ്ക്വയർ പ്ലസ് -1 സ്ക്വയർ ഈക്വൽ ടു റൂട്ട് 1 പ്ലസ് 1 ഇസ് ഈക്വൽ ടു റൂട്ട് 2. റൂട്ട് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ കിട്ടിക്കഴിഞ്ഞു. ഇനി ചെയ്യേണ്ടത് ഈ ആൻസർ കൊണ്ട് നമുക്ക് തന്ന ലൈനിന്റെ ഇക്വേഷനിലുള്ള എല്ലാ ടേമിനെയും എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഡിവൈഡ് ചെയ്യുന്നത് സംഭവിക്കുക, എക്സ് എന്ന് പറയുന്നതിനെ റൂട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, എക്സ് ബൈ റൂട്ട് 2 മൈനസ് വൈ എന്ന് പറയുന്നതിനെ റൂട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, വൈ ബൈ റൂട്ട് 2 ഈക്വൽ ടു 4 ബൈ റൂട്ട് 2. ഇതിലെ 4 എന്ന് പറയുന്ന കാര്യത്തിനെ നമുക്ക് 2 × 2 എന്ന് പറഞ്ഞ് എഴുതാം, ഡിവൈഡ് ബൈ റൂട്ട് 2. റൂട്ട് 2 എന്ന് പറയുന്നത് 2 റൂട്ട് 2 ടൈംസ് ആണ്. കാരണം 2 റൂട്ട് 2കൾ ചേർന്നാലേ 2 ആകുള്ളൂ. അപ്പൊ നമുക്ക് ഓരോന്നായി എന്ത് ചെയ്യാം, കട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്താണ്, 2 റൂട്ട് 2. അതായത് എക്സ് ബൈ റൂട്ട് 2 മൈനസ് വൈ ബൈ റൂട്ട് 2 ഈക്വൽ ടു 2 റൂട്ട് 2. ഇപ്പോൾ നമ്മളതിനെ നോർമൽ ഫോമിലേക്ക് എഴുതൽ കഴിഞ്ഞു. ഇത്രയാണ് ചെയ്യേണ്ടതുള്ളൂ. അപ്പോൾ ഒന്നും കൂടി ഒന്ന് പരിശോധിക്കാം. നിങ്ങൾ ലൈനിന്റെ ഇക്വേഷൻ എഴുതുക, എ എഴുതുക, ബി എഴുതുക, റൂട്ട് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ കണ്ടുപിടിക്കുക. എത്രയാണോ ആൻസർ കിട്ടുന്നത് ആ ആൻസർ കൊണ്ട് ഓരോ ടേമിനെയും ഡിവൈഡ് ചെയ്യുക. ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എവിടേക്ക് എത്തും, അതിൻ്റെ സിംപ്ലസ്റ്റ് ഫോം എഴുതി കഴിഞ്ഞാൽ അത് നോർമൽ ഫോമിലായിരിക്കും. ചില ചോദ്യങ്ങളിൽ കോൺസ്റ്റന്റ് ടൈം ലെഫ്റ്റിലായിരിക്കും. അപ്പം നമ്മൾ അതിനെ റൈറ്റിലേക്ക് കൊണ്ടുപോയിട്ട് വേണം എന്ത് ചെയ്യാൻ, അതിൻ്റെ ആൻസറിലേക്ക് കണക്ട് ചെയ്യാൻ. പിന്നെ ചിലപ്പോൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് കൊണ്ടുപോകുമ്പോൾ നെഗറ്റീവാണ് വരിക. നെഗറ്റീവ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഡിസ്റ്റൻസ് ആണ് റൈറ്റ് സൈഡ് വരിക. അതുകൊണ്ട് അതൊരിക്കലും നെഗറ്റീവ് വരാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് മൊത്തം നമ്മൾ എന്ത് ചെയ്യും, നെഗറ്റീവ് കൊണ്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്യും. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഇങ്ങനെയുള്ള ഏത് ചോദ്യങ്ങളും നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം നമ്മുടെ 1ാമത്തെ സബ് ക്വസ്റ്റിൻ്റെ ആൻസർ ആണ് ഇപ്പം നമ്മൾ എഴുതിയിരിക്കുന്നത്. ഇവിടെ നിന്ന് തന്നെ 2ാമത്തെ സബ് ക്വസ്റ്റിൻ്റെ ആൻസർ പറയാം. ഞാൻ പറഞ്ഞു പി എന്ന് പറയുന്നത് ഒറിജിനിൽ നിന്നുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. നമുക്ക് 2ാമത്തെ ചോദ്യം എന്താണ് പറഞ്ഞിരിക്കുന്നത്, ഒറിജിനിൽ നിന്നും ലൈനിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. അപ്പം നമ്മുടെ 2ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ എന്ന് പറയുന്നത് ഏതായിരിക്കും, 2 റൂട്ട് 2. അടുത്ത ചോദ്യം ഒന്ന് ശ്രദ്ധിക്കുക. സ്ലോപ്പ് ഓഫ് ദ ലൈൻ 2x പ്ലസ് 3y മൈനസ് 6 ഈക്വൽ ടു 0. ഒരു ലൈനിന്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്, അത് ജനറൽ ഫോമിലാണ്. അതിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കണം. 1 മാർക്ക് വെയിറ്റേജിലുള്ള ചോദ്യമാണ്. 2ാമത്തെ ചോദ്യം, find the equation of the line perpendicular to 2x plus 3y minus 6 equal to 0 and passing through -1 1. അതായത്
നമുക്കൊരു ലൈനിന്റെ ഇക്വേഷൻ ആണ് കണ്ടുപിടിക്കാനുള്ളത്. ആ ലൈനിന്റെ പ്രത്യേകത 2x + 3y - 6 = 0 എന്ന് പറയുന്നതിന് പെർപെൻഡിക്കുലർ ആകണം. കൂടാതെ -1 1 എന്ന് പറയുന്ന പോയിന്റിലൂടെ പാസ് ചെയ്യണം. 2x + 3y - 6 = 0 സ്റ്റാൻഡേർഡ് ഫോമിലാണ്. സ്റ്റാൻഡേർഡ് ഫോമിൽ കിടക്കുന്നതിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല m = -a/b -a എന്ന് പറയുന്നത് x ന്റെ കോഎഫിഷ്യന്റ് 2 / b എന്ന് പറയുന്നത് y ന്റെ കോഎഫിഷ്യന്റ് 3. അപ്പോൾ അതിന്റെ ആൻസർ എന്താണ്? -2/3. ഇനി ബി പാർട്ടിന്റെ ആൻസറിലേക്ക് ഒന്ന് പോവാം. നമുക്ക് വേണ്ടത് ഈ ലൈനിന് എന്താവണം? പെർപെൻഡിക്കുലർ ആവണം. ആ പോയിന്റിലൂടെ പാസ് ചെയ്യണം. ഇങ്ങനെയുള്ള ലൈനിന്റെ ഇക്വേഷൻ കാണണം. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഈ ലൈനിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കുക. സ്ലോപ്പ് ഓഫ് ലൈൻ 2x + 3y - 6 = 0 ഈസ്. ഇത് പ്രത്യേകം കണ്ടുപിടിക്കേണ്ടതില്ല. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഇതേ ലൈനിന്റെ സ്ലോപ്പ് കാണാനാണ്. അപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ എന്താ? -2/3. ആ ആൻസർ അതുപോലെ നമ്മളവിടെ എഴുതുകയാണ്. ഈ ലൈനും നമുക്ക് കണ്ടെത്തേണ്ട ലൈനും തമ്മിലുള്ള ബന്ധം എന്താണ്? പെർപെൻഡിക്കുലർ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ സ്ലോപ്പ് ഓഫ് പെർപെൻഡിക്കുലർ ലൈൻ ഈസ്. ഈ ലൈനിന്റെ സ്ലോപ്പ് -2/3 ആണ്. അപ്പോൾ പെർപെൻഡിക്കുലർ ലൈനിന്റെ സ്ലോപ്പ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ നെഗറ്റീവ് റെസിപ്രോക്കൽ അപ്ലൈ ചെയ്യണം. റെസിപ്രോക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? 2/3ന്റെ റെസിപ്രോക്കൽ ആണെങ്കിൽ 3/2 ആവും. -2/3 ആണെങ്കിൽ 3/-2 ആവും. നെഗറ്റീവ് റെസിപ്രോക്കൽ അപ്ലൈ ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇവിടെ ഓൾറെഡി നെഗറ്റീവ് ആണ്. അപ്പോൾ നമുക്ക് കിട്ടേണ്ട ആൻസർ എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. അപ്പം ഇനി എന്താ ആലോചിച്ചാൽ മതി? 2/3ന്റെ റെസിപ്രോക്കൽ ആലോചിച്ചാൽ മതി. 2/3ന്റെ റെസിപ്രോക്കൽ എത്രയാണ്? 3/2. ഇപ്പൊ നമ്മൾക്ക് പെർപെൻഡിക്കുലർ ലൈനിന്റെ സ്ലോപ്പ് കിട്ടി. ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് പെർപെൻഡിക്കുലർ ലൈൻ പാസ് ചെയ്യുന്ന പോയിന്റ് ഏതായിരിക്കണം? -1 1 എന്ന് പറഞ്ഞ പോയിന്റ് ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. ആ പോയിന്റിനെ ഞാൻ x0 y0 എന്ന് പറയുന്ന പോയിന്റ് ആയിട്ട് എടുക്കുകയാണ്. ഇങ്ങനെയാണെങ്കിൽ പെർപെൻഡിക്കുലർ ലൈനിന്റെ എന്തൊക്കെ കാര്യങ്ങൾ ഇപ്പൊ നമുക്കറിയാം? പാസ് ചെയ്യുന്ന പോയിന്റ് അറിയാം, സ്ലോപ്പ് അറിയാം. സ്ലോപ്പ് പോയിന്റ് ഫോം എന്ന് പറഞ്ഞ ആശയം ഉപയോഗിച്ചുകൊണ്ട് ഇക്വേഷൻ ഓഫ് ലൈൻ ഈസ് y - y0 = m × x - x0. y - y0 എന്ന് പറയുന്നത് 1 = m എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ലൈനിന്റെ സ്ലോപ്പ് ആണ് എടുക്കേണ്ടത്. അതായത് 3/2 × x - x0 എന്ന് പറയുന്നത് -1. ഇവിടെ 2 എന്ന് പറയുന്നത് ഡിവിഷൻ ആണ്. ഇതിനെ നമുക്ക് പുറത്തേക്ക് കൊണ്ടുപോകുന്നത് എന്താക്കാം? മൾട്ടിപ്ലിക്കേഷൻ ആക്കാം. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ എന്ത് പറയാം? നമുക്ക് 2y - 2 = 3x + 3. 2 ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുപോരുമ്പോൾ രണ്ട് ടേമിനെയും മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 2y - 2 എന്ന് പറയുന്ന രണ്ട് ടേമുകൾ നമുക്ക് എക്സിസ്റ്റ് ചെയ്യും. ഇവിടെ 3 ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3 × x 3x വരും. 3 × +1 എന്ന് പറഞ്ഞാൽ എന്താണ്? +3 ആൻസർ വരും. ഇനി നമ്മൾ അറേഞ്ച് ചെയ്താൽ 3x - 2y +3 + 2 = 0. അതായത് ഇവിടെയുള്ള എല്ലാ ടേമിനെയും ഞാൻ അപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുപോവുകയാണ്. പിന്നെ ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? 3x - 2y + 5 = 0. അടുത്ത ചോദ്യത്തിൽ നമുക്ക് 3 സബ് ക്വസ്റ്റ്യൻസുകളാണ് ചെയ്യാനുള്ളത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് ഒരു ലൈനിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാനാണ്. ആ ലൈൻ എന്ന് പറയുന്നത് എക്സ് ആക്സിസുമായി ഉണ്ടാക്കുന്ന ആംഗിൾ 120 ഡിഗ്രി ആണ് എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ സ്ലോപ്പ് നമ്മൾ കണ്ടുപിടിക്കണം. രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ പറയുന്നത് ഒരു ലൈനിന്റെ ഇക്വേഷൻ ജനറൽ ഫോമിൽ തന്നിട്ടുണ്ട്. അതിന്റെ എക്സ് ഇന്റർസെപ്റ്റും വൈ ഇന്റർസെപ്റ്റും നമ്മൾ കണ്ടുപിടിക്കണം. മൂന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ പറയുന്നത് രണ്ട് ലൈനുകളുടെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. അതിന്റെ ഇടയിൽ കിടക്കുന്ന ആംഗിൾ നമുക്ക് എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. എക്സ് ആക്സിസുമായിട്ട് ഉള്ള ആംഗിളിനെയാണ് നമ്മൾ ഇൻക്ലിനേഷൻ എന്നുള്ള കാര്യം പറയാം. അത് നമ്മൾ ഫോർമുല സെക്ഷനിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നു. അപ്പോൾ നമുക്കിവിടെ തന്നിരിക്കുന്ന ഗിവൺ കണ്ടീഷൻ എന്താണ്? തീറ്റ എന്ന് പറയുന്നത് 120 ഡിഗ്രിയാണ് തന്നിരിക്കുന്നത്. നമുക്ക് വേണ്ടത് എന്താ? ആ ലൈനിന്റെ സ്ലോപ്പാണ് കണ്ടുപിടിക്കാനുള്ളത്. അങ്ങനെയാണെങ്കിൽ സ്ലോപ്പ് എന്ന് പറയുന്നത് ഫോർമുല എന്താ? m = tan θ. ഇവിടെ തീറ്റ എന്ന് പറയുന്നത് എന്താണ്? 120 ഡിഗ്രിയാണ്. അതായത് tan 120 ഡിഗ്രി
ഡയറക്റ്റ് ആയിട്ട് നമ്മൾക്കൊരു മെഷർമെന്റ് ടേബിളിൽ നിന്ന് കിട്ടില്ല. അപ്പൊ നമുക്കിതിനെ tan 120 ഡിഗ്രി എന്ന് പറയുന്നതിനെ എങ്ങനെ കണക്ട് ചെയ്യാം? tan 90 plus 30 എന്ന് പറഞ്ഞ് കണക്ട് ചെയ്യാം. tan 90 plus x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മൈനസ് കോട്ട് എക്സ് ആണ്. ആ ഫോർമുല നമ്മൾ ഇവിടെ ഒന്ന് ഓർമ്മയിലേക്ക് കൊണ്ടുവരിക. ഇത് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്? മൈനസ് കോട്ട് 30. tan 30 എന്താ നോക്കുക. tan 30 എന്ന് പറയുന്നത് 1/√3 ആണ്. അത് നേരെ തിരിച്ചിട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? കോട്ട് 30, അതായത് റെസിപ്രോക്കൽ എന്ന് പറയുന്ന ആശയം വരും. അപ്പോൾ കോട്ട് 30ന്റെ വാല്യൂ എത്ര വരിക? √3 ആണ് വരിക. ഇവിടെ മൈനസ് കോട്ട് 30 ആയതുകൊണ്ട് സ്ലോപ്പ് എന്ന് പറയുന്നത് മൈനസ് √3 ആയിരിക്കും. സെക്കൻഡ് പാർട്ടിൽ നമുക്ക് ചെയ്യാനുള്ളത് ഇതിന്റെ എക്സ് ഇന്റർസെപ്റ്റും വൈ ഇന്റർസെപ്റ്റും കണ്ടുപിടിക്കണം. രണ്ടിനും ഫോർമുല നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇത് സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ആണ്. അപ്പോൾ നമുക്ക് എ എഴുതാം, ബി എഴുതാം, സി എഴുതാം. എ എന്ന് പറയുന്നത് എക്സിന്റെ കോഎഫിഷ്യന്റ് 3, ബി എന്ന് പറയുന്നത് വൈന്റെ കോഎഫിഷ്യന്റ് -4, സി എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ടേം 10. എക്സ് ഇന്റർസെപ്റ്റ് എന്ന് പറയുന്നത് -c/a ഫോർമുല is equal to -10/3. y intercept equal to -c/b ഫോർമുല ആണ് -10 divided by -4. രണ്ട് മൈനസ് നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഇതിനെയും 2 കൊണ്ട് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 5/2 എന്ന് പറയുന്ന ആൻസർ എഴുതാം. സി പാർട്ടിൽ നമുക്ക് ചെയ്യാനുള്ളത് ഈ രണ്ട് ലൈനിന്റെ ഇടയിൽ കിടക്കുന്ന ആംഗിൾ കണ്ടെത്തണം. രണ്ട് ലൈനിന്റെ ഇടയിൽ കിടക്കുന്ന ആംഗിൾ കണ്ടെത്തണമെങ്കിൽ രണ്ട് ലൈനിന്റെയും സ്ലോപ്പ് നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പൊ നമ്മൾ ഓരോ ലൈനിന്റെയും സ്ലോപ്പ് കണ്ടുപിടിക്കുകയാണ്. m1 എന്ന് പറയുന്നത് ആദ്യത്തെ ലൈനിന്റെ സ്ലോപ്പ്. ഇത് ഏത് ഫോമിലാണ്? y ഈക്വൽ ടു mx പ്ലസ് c എന്ന് പറഞ്ഞ ഫോമിലാണ്. അതിലെ m എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ലോപ്പാണ്. അപ്പൊ നമുക്ക് നേരിട്ട് m1 എന്ന് പറയുന്നത് എത്ര എഴുതാം? √3 എഴുതാം. രണ്ടാമത്തെ ലൈനിന്റെ ഇക്വേഷൻ സ്റ്റാൻഡേർഡ് ഫോമിലാണ്. അപ്പൊ നമുക്ക് m2 എന്ന് പറയുന്ന കാര്യം കണ്ടുപിടിക്കണമെങ്കിൽ ഫോർമുല -a/b മൈനസ് a എന്ന് പറയുന്നത് എക്സിന്റെ കോഎഫിഷ്യന്റ് ആണ്, അത്രയാണ് വരിക 1 ഡിവൈഡഡ് ബൈ b എന്ന് പറയുന്നത് y-ന്റെ കോഎഫിഷ്യന്റ് പ്രകാരം √3. അപ്പോൾ നമ്മൾക്ക് m1 അറിയാം, m2 അറിയാം. അങ്ങനെയാണെങ്കിൽ ലൈനിന്റെ ഇടയിൽ കിടക്കുന്ന അക്യൂട്ട് ആംഗിൾ കണ്ടുപിടിക്കാൻ ഫോർമുല നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. therefore acute angle is tan theta equal to modulus m2 minus m1 by 1 plus m1 into m2 which is equal to modulus m2 എന്ന് പറയുന്നത് -1/√3 minus m1 എന്ന് പറയുന്നത് √3 divided by 1 plus m1 എന്ന് പറയുന്നത് √3 into m2 എന്ന് പറയുന്നത് -1/√3. ഇതിലെ ഡിനോമിനേറ്റർ മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക. √3യും മുകളിലുള്ള √3യും ക്യാൻസൽ ചെയ്യാം. അപ്പോൾ താഴെ എന്താ വരിക? 1 + -1, അതായത് എന്താണ്? 0 ആണ്. അതായത് എന്ത് ഫോമിലാണ്? നോട്ട് ഡിഫൈൻഡ് എന്ന് പറയുന്ന രീതിയിലാണ്. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ആശയം എന്താണ്? tan θ equal to not defined. ഏത് മെഷർമെന്റിലാണ് ഇത് സംഭവിക്കുക? π/2 എന്ന് പറയുന്ന മെഷർമെന്റിലാണ് ഇത് സംഭവിക്കുക. അപ്പോൾ θ എന്ന് പറയുന്നത് എത്രയായിരിക്കും? π/2 ആയിരിക്കും. ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത് അക്യൂട്ട് ആംഗിൾ ആണ്. ഒബ്റ്റ്യൂസ് ആംഗിൾ കാണുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? 180 മൈനസ് θ ചെയ്താൽ മതി. അതായത് 180 മൈനസ് 90 ഈക്വൽ ടു എന്ത് വരും? 90 വരും. അടുത്ത ചോദ്യം ഒന്ന് ശ്രദ്ധിക്കുക. നമുക്കിവിടെ കണ്ടെത്താനുള്ളത് രണ്ട് പോയിന്റുകൾ നമുക്ക് തന്നിട്ടുണ്ട്. പി എന്ന് പറയുന്ന പോയിന്റ് -41, ക്യൂ എന്ന് പറയുന്നത് 0.5. ഒന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് റൈറ്റ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദ മിഡ് പോയിന്റ് ഓഫ് പി ക്യൂ. പി ക്യൂ എന്ന് പറയുന്ന ലൈനിന്റെ മിഡ് പോയിന്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്, ഇതിന്റെ കോർഡിനേറ്റ്സ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ പറയുന്നത് ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദ ലൈൻ പാസിംഗ് ത്രൂ ദ മിഡ് പോയിന്റ് ഓഫ് പി ക്യൂ. അതേ മിഡ് പോയിന്റിലൂടെ പാസ് ചെയ്യുന്നതും 3x - 4y + 2 = 0 എന്ന് പറയുന്ന ലൈനിന് പാരലൽ ആയതുമായ ലൈനിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കുക. ആദ്യത്തെ സബ് ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ ഗിവൺ കണ്ടീഷൻസുകളായിട്ട് രണ്ട് പോയിന്റുകൾ തന്നിട്ടുണ്ട്. ഇത് രണ്ടും ജോയിൻ ചെയ്താലാണ് പി ക്യൂ എന്ന് പറയുന്ന ലൈൻ കിട്ടുന്നത്. നമുക്ക് വേണ്ടത് അതിന്റെ മിഡ് പോയിന്റ് ആണ്. മിഡ് പോയിന്റ് ഓഫ് പി ക്യൂ ഫോർമുല സെക്ഷനിൽ എങ്ങനെയാണ് മിഡ് പോയിന്റ് കണ്ടുപിടിക്കുക? എക്സ് കോർഡിനേറ്റ് ആഡ് ചെയ്യുക, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. വൈ കോർഡിനേറ്റ് ആഡ് ചെയ്യുക, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് എന്താണ്? -4 + 0 / 2, 1 + 5 / 2.
അതായത് ഇതിനെ ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്താൽ -4/2 -2 വരും, 6/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 വരും. അപ്പോൾ പി ക്യൂവിന്റെ മിഡ് പോയിന്റ് എന്താണ്? -2 3 എന്ന് പറഞ്ഞ പോയിന്റ് ആണ് വരുന്നത്. രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ അവിടെ നമ്മൾക്ക് പറഞ്ഞിരിക്കുന്നത് ഇതേ മിഡ് പോയിന്റിലൂടെ കടന്നു പോകണം. അതുപോലെ 3x - 4y + 2 = 0 എന്ന് പറയുന്ന ലൈനിന് പാരലൽ ആയിരിക്കണം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ആദ്യം ഈ ലൈനിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കുക. സ്ലോപ്പ് ഓഫ് ലൈൻ 3x - 4y + 2 = 0 ഈസ് ഏതാ ഫോർമുല വരിക? -a/b. അതായത് -3 / -4. ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് എന്താ എഴുതാം? 3/4. ഈ ലൈനും നമുക്ക് കണ്ടെത്തേണ്ട ലൈനും തമ്മിലുള്ള ബന്ധം എന്താണ്? പാരലൽ ആണ്. പാരലൽ ആണെങ്കിൽ രണ്ട് ലൈനിന്റെയും സ്ലോപ്പുകൾ എന്താണ്? ഈക്വൽ ആണ്. സ്ലോപ്പ് ഓഫ് പാരലൽ ലൈൻ ഈസ് 3/4. ഇതേ പാരലൽ ലൈൻ കടന്നു പോകേണ്ട ലൈൻ എന്ന് പറയുന്നത് പി ക്യൂവിന്റെ മിഡ് പോയിന്റ് ആണ്. അതുകൊണ്ട് അതിനെ ഞാൻ x0 y0 ആയിട്ട് എടുക്കുകയാണ്. ഇപ്പോ പാരലൽ ലൈൻ എന്ന് പറയുന്നതിന്റെ എന്തൊക്കെ കാര്യങ്ങൾ നമുക്കറിയാം? പാസ് ചെയ്യുന്ന പോയിന്റ് അറിയാം, അതുപോലെ സ്ലോപ്പ് അറിയാം. അങ്ങനെയാണെങ്കിൽ സ്ലോപ്പ് പോയിന്റ് ഫോം എന്ന് പറയുന്ന ഫോർമുല പ്രകാരം ഇക്വേഷൻ ഓഫ് ലൈൻ ഈസ് y - y0 എന്ന് പറയുന്നത് 3 = m എന്ന് പറയുന്നത് 3/4 into x - x0 എന്ന് പറയുന്നത് -2. 4 കൊണ്ട് രണ്ട് ടേമിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4y - 12 = 3x + 6. അതായത് 3x - 4y + 80 = 0. അടുത്ത ചോദ്യം ഒന്ന് ശ്രദ്ധിക്കുക. The vertices of triangle ABC are. ഒരു ട്രയാങ്കിളിന്റെ 3 വെർട്ടിസസുകൾ തന്നിട്ടുണ്ട് നമുക്ക്. A എന്ന് പറയുന്നത് 2 1, B എന്ന് പറയുന്നത് -3 5, C എന്ന് പറയുന്നത് 4 5. അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ ചെയ്യാനുള്ളത് AC എന്ന് പറയുന്ന സൈഡിന്റെ മിഡ് പോയിന്റ് കണ്ടുപിടിക്കണം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് ദ മീഡിയൻ ത്രൂ ദ വെർട്ടെക്സ് B. B എന്ന് പറയുന്ന വെർട്ടെക്സിലൂടെ വരയ്ക്കുന്ന മീഡിയന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കണം. AC എന്ന് പറയുന്ന സൈഡിന്റെ മിഡ് പോയിന്റ് കാണാം. മിഡ് പോയിന്റ് ഓഫ് AC is x കോർഡിനേറ്റുകൾ ആഡ് ചെയ്യുക, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 2 + 4 / 2, y കോർഡിനേറ്റുകൾ ആഡ് ചെയ്യുമ്പോൾ 1 + 5 / 2. സിംപ്ലിഫൈ ചെയ്താൽ 6/2 3 വരും, 6/2 വീണ്ടും വരുന്നു. മിഡ് പോയിന്റ് ഓഫ് AC എന്ന് പറയുന്ന അപ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? 3 3 എന്ന് പറയുന്ന പോയിന്റ് ആണ് കിട്ടുന്നത്. രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാനുള്ളത് മീഡിയന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാനാണ്. അപ്പോൾ ഈ മീഡിയന്റെ ചെറിയൊരു ജോമെട്രിക്കൽ ഐഡിയ ഉണ്ടാവുന്നത് നല്ലതാണ്. ഒരു ട്രയാങ്കിൾ നമ്മൾ കൺസിഡർ ചെയ്യുക. ABC ആണെന്ന് വിചാരിക്കുക. A എന്ന് പറയുന്ന പോയിന്റ് 2 1, B എന്ന് പറയുന്ന പോയിന്റ് -3 5, C എന്ന് പറയുന്ന പോയിന്റ് 4 5. B എന്ന് പറയുന്ന വെർട്ടെക്സിലൂടെ വരയ്ക്കുന്ന മീഡിയൻ, B എന്ന് പറയുന്നതിലൂടെ വരയ്ക്കുന്ന മീഡിയൻ. ഈ മീഡിയന്റെ പ്രത്യേകത, വരയ്ക്കുന്നത് മീഡിയൻ ആണ്. ആ മീഡിയന്റെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്? ഈ ലൈൻ ചെന്ന് ടച്ച് ചെയ്യുന്നത് AC എന്ന് പറയുന്നതിന്റെ മിഡ് പോയിന്റ് ആയിരിക്കും. അതായത് ഞാനിവിടെ D എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. അപ്പൊ ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് എന്താ? BD എന്ന് പറയുന്ന ലൈനിന്റെ ഇക്വേഷൻ ആണ് നമുക്ക് കണ്ടെത്താനുള്ളത്. D എന്ന് പറയുന്ന പോയിന്റ് എന്താണ്? 3 3 എന്ന് പറയുന്ന പോയിന്റ് ആണ്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ ലൈൻ എന്ന് പറയുന്നതിന്റെ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാം? D എന്ന് പറയുന്ന പോയിന്റ് 3 3 ആണ്. B എന്ന് പറയുന്ന പോയിന്റ് -3 5 ആണ്. അപ്പൊ രണ്ട് പോയിന്റുകൾ അറിയാം. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഇക്വേഷൻ കാണണമെങ്കിൽ 2.4 എന്ന് പറയുന്ന കാര്യം അപ്ലൈ ചെയ്യാം. ഇക്വേഷൻ ഓഫ് BD is y - y1 = y2 - y1 by x2 - x1 into x - x1. നമ്മൾ ഇപ്പോൾ എഴുതിയിരിക്കുന്നത് ഫോർമുല മാത്രമാണ്. ഇനി ഞാൻ എഡിറ്റ് ചെയ്യാൻ പോവാണ്. എഡിറ്റ് ചെയ്യുമ്പോൾ -3 എന്ന് പറയുന്നത് x1, അതുപോലെ 5 എന്ന് പറയുന്നത് y1, 3 എന്ന് പറയുന്നത് x2, അടുത്ത 3 എന്ന് പറയുന്നത് y2. അതിലേക്ക് എഡിറ്റ് ചെയ്യാൻ പോവാണ്. y - y1 എന്ന് പറയുന്നത് 5 = y2 - y1 by x2 - x1 into x - x1.
y minus y is equal to minus 2 divided by 6 into x plus 3. 2 6 cancel ചെയ്യുമ്പോൾ 3 വരും. 3 ഈ സൈഡിലോട്ട് കൊണ്ടുവന്ന് മൾട്ടിപ്ലിക്കേഷൻ ആക്കിയാൽ 3y minus 15 equal to minus x minus 3. എല്ലാ ടൈമിലും ഞാൻ ലെഫ്റ്റിലേക്ക് കൊണ്ടുവരാണ്. x plus 3y minus 15 plus 3 equal to 0. അതായത് x plus 3y minus 12 equal to 0. ഇവിടെയുള്ള ചോദ്യത്തിലെ ഒന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ ബി സി എന്ന് പറയുന്ന ലൈനിന്റെ സ്ലോപ്പ് കാണാനാണ്. സ്ലോപ്പ് ഓഫ് ബി സി ഈക്വൽ ടു ബിയും സിയും പോയിന്റുകളായിട്ടാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? y2 മൈനസ് y1 ബൈ x2 മൈനസ് x1 എന്ന് പറയുന്ന ഫോർമുല അപ്ലൈ ചെയ്യാം. അത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് 5 മൈനസ് മൈനസ് 3 ഡിവൈഡഡ് ബൈ 4 മൈനസ് 2 8 ബൈ 2 ഇസ് ഈക്വൽ ടു 4. രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ എയും ബിയും സിയും വെർട്ടെക്സുകളായിട്ട് വരുന്ന ഒരു ട്രയാങ്കിൾ അതിന്റെ ആൾട്ടിറ്റ്യൂഡാണ് കണ്ടുപിടിക്കാനുള്ളത്. അതായത് ഒരു ട്രയാങ്കിൾ എന്ന് പറയുന്ന കാര്യം നിങ്ങളൊന്ന് ഓർമ്മയിലേക്ക് കൊണ്ടുവരിക. എ ബി സി എന്ന് പറയുന്ന ആശയം, ഇതിന്റെ ആൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ എന്ന് പറയുന്ന വെർട്ടെക്സിനോട് ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കാം. ഈ ടച്ച് ചെയ്യുന്ന പോയിന്റിനെ ഞാൻ ഡി ആയിട്ട് എടുക്കുകയാണ്. അപ്പോൾ നമുക്ക് കണ്ടെത്താനുള്ളത് എ ഡി എന്ന് പറയുന്ന ലൈനിന്റെ ഇക്വേഷൻ ആണ്. നമുക്ക് അറിയാവുന്ന കാര്യം എന്താ? ബി സി എന്ന് പറയുന്നതിന്റെ സ്ലോപ്പ് എത്രയാണ്? 4 ആണ്. ബി സിയും എ ഡിയും തമ്മിലുള്ള ബന്ധം രണ്ടും എന്താണ്? പെർപെൻഡിക്കുലർ ആണ്. പെർപെൻഡിക്കുലർ ആണെങ്കിൽ സ്ലോപ്പ് ഓഫ് എ ഡി ഈസ്, ബി സിയുടെ സ്ലോപ്പ് 4 ആണെങ്കിൽ എ ഡിയുടെ സ്ലോപ്പ് കിട്ടണമെങ്കിൽ നെഗറ്റീവ് റെസിപ്രോക്കൽ എന്ന് പറയുന്ന കാര്യം അപ്ലൈ ചെയ്യുക. അപ്പോൾ എന്ത് വരും? 4ന്റെ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ 1/4 വരും. നെഗറ്റീവ് അപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് 1/4 വരും. ഈ എ ഡി എന്ന് പറയുന്ന ലൈൻ നോക്കിയാൽ എ എന്ന് പറയുന്ന പോയിന്റ് നമുക്ക് അറിയാവുന്നതാണ് -2 ആണ്. അപ്പോൾ നമ്മുടെ ഈ ലൈൻ വരയ്ക്കുമ്പോൾ ഏത് പോയിന്റിലൂടെ പോകും? -3 എന്ന് പറഞ്ഞ പോയിന്റിലൂടെ കടന്നു പോകുന്നു. അതുകൊണ്ട് ആ പോയിന്റിനെ ഞാൻ x0 y0 എന്ന് പറഞ്ഞെടുക്കുകയാണ്. ഇപ്പോൾ എ ഡി എന്ന് പറയുന്ന ലൈൻ പാസ് ചെയ്യുന്ന പോയിന്റ് അറിയാം, സ്ലോപ്പ് അറിയാം. സ്ലോപ്പ് പോയിന്റ് ഫോം ഉപയോഗിച്ചുകൊണ്ട് അതിന്റെ ഇക്വേഷൻ നമുക്ക് കണ്ടുപിടിക്കാം. ഇക്വേഷൻ ഓഫ് ലൈൻ ഈസ് y minus y0 equal to m into x minus x0. അതായത് 4y minus 12 equal to minus x minus 2. x plus 4y minus 12 plus 2 equal to 0. x plus 4y minus 10 equal to 0. അടുത്ത ചോദ്യം ശ്രദ്ധിക്കുക. ഒരു ലൈൻ ഇക്വേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ആ ഇക്വേഷനെ സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോമിലേക്ക് നമ്മൾ മാറ്റണം, കൺവേർട്ട് ചെയ്യണം. കൺവേർട്ട് ചെയ്തതിന് ശേഷം അതിൽ നിന്നും സ്ലോപ്പ് എന്ന് പറയുന്നതും y ഇന്റർസെപ്റ്റ് എന്ന് പറയുന്ന കാര്യവും എഴുതുകയുമാണ്. ഈ സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും എന്താണ്? രണ്ട് കാര്യങ്ങളാണ് ഓർമ്മയിൽ വരേണ്ടത്. y ഈക്വൽ ടു mx പ്ലസ് c അല്ലെങ്കിൽ y ഈക്വൽ ടു m ഇൻറ്റു x മൈനസ് d. ഇവിടെ ഇങ്ങനെ നമ്മൾക്ക് y ഇന്റർസെപ്റ്റും അതുപോലെ സ്ലോപ്പുമായിട്ടാണ് കണക്ട് ചെയ്യാനുള്ളത്. അപ്പം നമ്മൾ എഴുതി നിർത്തുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് ഏത് ഫോമിലായിരിക്കണം? y ഈക്വൽ ടു mx പ്ലസ് c എന്ന് പറഞ്ഞ ഫോമിലായിരിക്കണം. അപ്പോൾ ലൈനിൻ്റെ ഇക്വേഷൻ നമ്മൾ എടുക്കുകയാണ്. 6x പ്ലസ് 3y മൈനസ് 5 ഈക്വൽ ടു 0. ഇതിനെ സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോമിലേക്ക് ആക്കണമെന്നുണ്ടെങ്കിൽ ഏത് ഇക്വേഷൻ ആണെങ്കിലും ചെയ്യേണ്ടത് y-ന്റെ ടേം ലെഫ്റ്റ് സൈഡിൽ അതുപോലെ എഴുതുക, ബാക്കിയുള്ള ടേമുകളൊക്കെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകാം. അപ്പോൾ -6x പ്ലസ് 5 y മാത്രമാക്കി നിർത്തുക. -6x ഡിവൈഡഡ് ബൈ 3 പ്ലസ് 5/3. ഒന്നും കൂടി നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. അതായത് -2x പ്ലസ് 5/3. ഇത് ഏത് ഫോമിലായി? ഇപ്പോൾ y ഈക്വൽ ടു mx പ്ലസ് c എന്ന് പറഞ്ഞ ഫോമിലായി. m എന്ന് പറയുന്നത് സ്ലോപ്പാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ സ്ലോപ്പ് എന്ന് പറയുന്നത് -2. c എന്ന് പറയുന്ന പൊസിഷനിൽ 5/3 ആണ്. c എന്ന് പറഞ്ഞാൽ എന്താണ്? y ഇന്റർസെപ്റ്റ് ആണ്. y ഇന്റർസെപ്റ്റ് ഈക്വൽ ടു 5/3. അടുത്ത ചോദ്യം ഒന്ന് ശ്രദ്ധിക്കുക. ഇക്വേഷൻ ഓഫ് എ ലൈൻ ഈസ് 3x മൈനസ് 4y പ്ലസ് 10 ഈക്വൽ ടു 0. ഒരു ലൈൻ ഇക്വേഷൻ തന്നിട്ടുണ്ട്.
അതിനെ നമ്മൾ ഇന്റർസെപ്റ്റ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണം. കൺവേർട്ട് ചെയ്തതിന് ശേഷം എക്സ് ഇന്റർസെപ്റ്റും വൈ ഇന്റർസെപ്റ്റും കാണണം. ഇതാണ് ഒന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് ദ ലൈൻ പെർപെൻഡിക്കുലർ ടു ദ ലൈൻ x മൈനസ് 7y പ്ലസ് 5 ഈക്വൽ ടു 0 ആൻഡ് ഹാവിംഗ് എക്സ് ഇന്റർസെപ്റ്റ് 3. നമുക്കൊരു ലൈനിന്റെ ഇക്വേഷൻ ആണ് കണ്ടുപിടിക്കാനുള്ളത്. ആ ലൈൻ എന്ന് പറയുന്നത് എക്സ് മൈനസ് 7y പ്ലസ് 5 ഈക്വൽ ടു 0ന് പെർപെൻഡിക്കുലർ ആയിരിക്കണം. കൂടാതെ ആ ലൈൻ വരയ്ക്കുമ്പോൾ എക്സ് ആക്സിസിനെ കട്ട് ചെയ്യേണ്ടത് 3 എന്ന് പറയുന്ന പോയിന്റിലായിരിക്കണം. ഇത് ജനറൽ ഇക്വേഷൻ ആണ്. ഇതിനെ നമ്മൾ ഇന്റർസെപ്റ്റ് ഫോമിലേക്ക് മാറ്റണം. ഇന്റർസെപ്റ്റ് ഫോം എന്ന് പറഞ്ഞാൽ ഏതാണ്? എക്സ് ബൈ എ പ്ലസ് വൈ ബൈ ബി ഈക്വൽ ടു 1. എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ഇന്റർസെപ്റ്റ്, ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈ ഇന്റർസെപ്റ്റ്. അപ്പോൾ ഇത്തരം ക്വസ്റ്റ്യൻസുകൾ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് കോൺസ്റ്റന്റ് ടേമിനെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുക. അപ്പോൾ +10 റൈറ്റിലേക്ക് പോകുമ്പോൾ -10. റൈറ്റ് സൈഡിൽ ഏത് കോൺസ്റ്റന്റ് ആണോ നിലനിൽക്കുന്നത് അതുകൊണ്ട് എല്ലാ ടേമിനെയും ഡിവൈഡ് ചെയ്യും. ഡിവൈഡ് ചെയ്യുമ്പോൾ 3x by -10 minus 4y by -10 equal to -10 by -10. എന്തുകൊണ്ടാണ് നമ്മൾ കോൺസ്റ്റന്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞത് എന്ന് ചോദിച്ചാൽ നമ്മുടെ ഫോർമുല ശ്രദ്ധിക്കുക. എക്സ് ബൈ എ പ്ലസ് വൈ ബൈ ബി ഈക്വൽ ടു 1. റൈറ്റ് സൈഡ് 1 ആവണം. ഇവിടെ -10 അല്ലേ? -10 1 ആവണമെങ്കിൽ -10 കൊണ്ട് തന്നെ എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഒരു ടൈമിനെ മാത്രമായി ചെയ്യാൻ നമുക്ക് യാതൊരു അധികാരവും ഇല്ല. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? എല്ലാ ടൈമിലും അപ്ലൈ ചെയ്യണം. ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്താൽ ഇതിനെ എക്സ് ബൈ -10 ഡിവൈഡഡ് ബൈ 3. രണ്ട് മൈനസ് വരുമ്പോൾ എന്താവും? പ്ലസ് ആവും. അപ്പോൾ ഇതിനെ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ പ്ലസ് വൈ ബൈ 10 ബൈ 4 ഈക്വൽ ടു 1. ഇത് ഏത് ഫോമിലാണ്? എക്സ് ബൈ എ പ്ലസ് വൈ ബൈ ബി ഈക്വൽ ടു 1 എന്ന് പറഞ്ഞ ഫോമിലാണ്. എ എന്ന് പറഞ്ഞാൽ എക്സ് ഇന്റർസെപ്റ്റ് ആണ്, അത് -10 ബൈ 3. ബി എന്ന് പറഞ്ഞാൽ വൈ ഇന്റർസെപ്റ്റ് ആണ്, അത് 10 ബൈ 4 ആണ് വരിക. ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്താൽ 5 ബൈ 2 ആണ് കിട്ടുന്നത്. രണ്ടാമത്തെ ചോദ്യത്തിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് സ്ലോപ്പ് ഓഫ് എക്സ് മൈനസ് 7y പ്ലസ് 5 ഈക്വൽ ടു 0. ഈ ലൈനിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കുക. ജനറൽ ഇക്വേഷൻ ആയതുകൊണ്ട് -a ബൈ b എന്ന് പറഞ്ഞ ഫോർമുല അപ്ലൈ ചെയ്താൽ മതി. -1 ബൈ -7 ഈക്വൽ ടു 1 ബൈ 7. സ്ലോപ്പ് ഓഫ് പെർപെൻഡിക്കുലർ ലൈൻ ഇപ്പൊ കിട്ടിയ ആൻസറിന്റെ എന്ത് ചെയ്യാം? നെഗറ്റീവ് റെസിപ്രോക്കൽ എടുക്കുക. നെഗറ്റീവ് റെസിപ്രോക്കൽ എടുക്കുമ്പോൾ -7 ബൈ 1, അതായത് എന്ത് വരും? -7. പെർപെൻഡിക്കുലർ ലൈൻ എന്ന് പറയുന്നതിന്റെ സ്ലോപ്പ് ഇപ്പൊ നമുക്കറിയാം. പിന്നെ തന്നിരിക്കുന്നത് എന്താ? അതേ ലൈൻ എന്ന് പറയുന്നത് വരയ്ക്കുമ്പോൾ എക്സ് ആക്സിസിനെ കട്ട് ചെയ്യുന്നത് 3 എന്ന് പറയുന്ന പോയിന്റിലാണ്. അതായത് എക്സ് ഇന്റർസെപ്റ്റ് എന്ന് പറയുന്നത് 3 ആണ്. ഈ എക്സ് ഇന്റർസെപ്റ്റ് എന്ന് പറയുന്നതിനെ നമുക്ക് ഡി എന്ന് പറഞ്ഞു വിളിക്കാം. അപ്പൊ നമുക്ക് ഡി എന്ന് പറയുന്നത് 3 ആണ്. സ്ലോപ്പ് എന്ന് പറയുന്നത് -7 ആണ്. സ്ലോപ്പും അറിയാം, എക്സ് ഇന്റർസെപ്റ്റും അറിയാമെങ്കിൽ സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോമിലെ രണ്ടാമത്തെ ഫോർമുല y is equal to m into x minus d. അതാണ് ലൈനിന്റെ ഇക്വേഷൻ വരിക. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കണ്ടുപിടിക്കാം? ഇക്വേഷൻ ഓഫ് ലൈൻ ഈസ് y equal to m into x minus d. y equal to -7 into x minus 3. അതായത് y is equal to -7x plus 21. 7x plus y minus 21 equal to 0. അടുത്ത ചോദ്യത്തിൽ നമുക്ക് 3 സബ് ക്വസ്റ്റ്യൻ ചെയ്യാനുണ്ട്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഒരു ലൈനിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാനാണ്. ലൈൻ ഏതാണ്? 2x plus 3y plus 5 equal to 0 എന്ന് പറയുന്ന ലൈനാണ്. അപ്പോൾ അതിന്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ജനറൽ ഇക്വേഷൻ ആയതുകൊണ്ട് തന്നെ അതിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കണമെങ്കിൽ -a ബൈ b എന്ന് പറയുന്ന ഫോർമുല അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്യുമ്പോൾ എന്താണ് കിട്ടുക? -a എന്ന് പറയുന്നത് 2 ഡിവൈഡഡ് ബൈ b എന്ന് പറയുന്നത് 3. അപ്പോൾ സ്ലോപ്പ് എത്ര വരിക? -2 ബൈ 3. സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ ചെയ്യാനുള്ളത് ഒരു ലൈനിന്റെ ഇക്വേഷൻ ആണ് കണ്ടുപിടിക്കാനുള്ളത്. അത് എൽ ഡാഷ് എന്ന് പറഞ്ഞാണ് നെയിം ചെയ്യുന്നത്. എൽ ഡാഷിന്റെ പ്രത്യേകത അത് എല്ലിന് പാരലൽ ആയിരിക്കണം. 2 എന്ന് പറഞ്ഞ പോയിന്റിലൂടെ പാസ് ചെയ്യണം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് എല്ലിന്റെയും എൽ ഡാഷിന്റെയും ഇടയിൽ കിടക്കുന്ന ഡിസ്റ്റൻസ് കാണണം. അതുപോലെ തന്നെ എല്ലും എൽ ഡാഷും ഒറിജിനിൽ നിന്ന് എത്ര കണ്ട് അകലത്തിലാണ് കിടക്കുന്നത് എന്നുള്ള കാര്യം കണ്ടുപിടിക്കണം. നമുക്കതിലെ സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് പോയി നോക്കാം. രണ്ടാമത്തെ പാർട്ടിലേക്ക് പോകുന്നതിന് മുൻപേ നമ്മൾക്ക് കിട്ടിക്കഴിഞ്ഞൊരു കാര്യം എന്താണ്?
സ്ലോപ്പ് ഓഫ് ദ ലൈൻ എൽ എന്ന് പറയുന്നത് -2/3 ആണ്. അത് നമ്മൾ ഒന്നാമത്തെ സബ് ക്വസ്റ്റൻ ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ എല്ലും എൽ ഡാഷും തമ്മിലുള്ള ബന്ധം എന്താണ്? പാരലാണ്. പാരലാണെന്നുണ്ടെങ്കിൽ സ്ലോപ്പ് ഓഫ് ദ ലൈൻ എൽ ഡാഷ് ഈസ് പാരലൽ ആയതുകൊണ്ട് രണ്ട് സ്ലോപ്പുകളും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പോൾ അവിടെ എൽ ഡാഷ് എന്ന് പറയുന്നതിന്റെ സ്ലോപ്പ് എന്താണ്? -2/3 ആണ്. x0 y0 എന്ന് പറയുന്നത് പാസ് ചെയ്യുന്ന പോയിന്റ് ആണ്. അത് ഏതാണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. 2 2 എന്ന് പറയുന്ന പോയിന്റ് ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ എൽ ഡാഷിന് എന്തൊക്കെ കാര്യങ്ങൾ അറിയാം? സ്ലോപ്പ് അറിയാം, പാസ് ചെയ്യുന്ന പോയിന്റ് അറിയാം. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ ഓഫ് എൽ ഡാഷ് ഈസ് y മൈനസ് y0 ന് പകരം 2, m എന്ന് പറയുന്നത് -2/3 ഇൻറ്റു x മൈനസ് x0 ന് പകരം 2. സിംപ്ലിഫൈ ചെയ്യുക. 3y - 6 is equal to -2x plus 4. അതായത് 2x plus 3y minus 6 minus 4 equal to 0. 2x plus 3y minus 10 equal to 0. അപ്പോൾ l dash എന്ന് പറയുന്ന ലൈനിന്റെ ഇക്വേഷൻ എന്തായിരിക്കും? 2x plus 3y minus 10 equal to 0 എന്ന് പറയുന്ന കാര്യമായിരിക്കും. സി പാർട്ടിലേക്ക് പോകുമ്പോൾ രണ്ട് കാര്യങ്ങൾ നമുക്കറിയാം. L എന്ന് പറയുന്ന ലൈനിന്റെ ഇക്വേഷൻ അത് നിങ്ങൾക്ക് ഗിവൺ കണ്ടീഷൻ ആണ്. എൽ ഡാഷ് എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ കണ്ടെത്തി ആ ഇക്വേഷൻ ആണ് നമ്മൾ ബോർഡിൽ എഴുതിയിരിക്കുകയും ചെയ്യുന്നത്. നമുക്കിനി വേണ്ടത് ഒറിജിനിൽ നിന്ന് എല്ലിലേക്കുള്ള അകലം വേണം, ഒറിജിനിൽ നിന്ന് എൽ ഡാഷിലേക്കുള്ള അകലം വേണം. ഈ ഒറിജിനിൽ നിന്നുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക എന്നുണ്ടെങ്കിൽ നമ്മളിതിനെ നോർമൽ ഫോമിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാം? ഒറിജിനിൽ നിന്നുള്ള ഡിസ്റ്റൻസ് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. നമ്മൾ നോർമൽ ഫോമിലേക്ക് ആക്കാൻ എന്ത് ചെയ്യുക? √(a² + b² കാണും. ഓരോ ടൈമിനെയും ഡിവൈഡ് ചെയ്യും. ഇവിടെ √(a² + b² എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് കേസിലും ഒരുപോലെയാണ് വരിക. 2² + 3² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 + 9 എത്ര വരുന്നത്? 13 ആണ് വരിക. അതിന്റെ റൂട്ട് വാല്യൂ √13 ആണ് രണ്ട് കേസിലും വരുന്നത്. √(a² + b²) √4 + 9 = √13. അപ്പൊ ഈ പറഞ്ഞ കാര്യത്തിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുകയായിരുന്നുവെങ്കിൽ നമ്മൾക്ക് ഇവിടെ √13 കൊണ്ട് ഡിവൈഡ് ചെയ്യണം, ഇവിടെ √13 കൊണ്ട് ഡിവൈഡ് ചെയ്യണം, ഇവിടെയും √13 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഈ ടേമിനെ റൈറ്റിലേക്ക് കൊണ്ടുപോയാൽ അതെന്താവും? നെഗറ്റീവ് ടേമായിട്ട് മാറും. ഞാൻ പറഞ്ഞു നെഗറ്റീവായിട്ടുള്ള ആരും കടക്കാൻ പാടില്ല. അപ്പോൾ നമ്മൾ അതെന്തായിട്ട് ചിന്തിക്കുക? പോസിറ്റീവായിട്ട് ചിന്തിക്കുക. പോസിറ്റീവായിട്ട് വരുമ്പോൾ എന്താണ് റൈറ്റ് സൈഡിൽ ഉണ്ടാവുക? 5/√13 എന്ന് പറഞ്ഞാൽ ഒറിജിനിൽ നിന്ന് എല്ലിലേക്കുള്ള അകലം എന്ന് പറയുന്നത് എന്താണ്? 5/√13 ആയിരിക്കും. അതുപോലെ എൽ ഡാഷിലേക്കുള്ള അകലം എന്ന് പറയുന്നത് -10 അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ 10 ആവും. √13 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ എത്ര വരിക? 10/√13 ആയിരിക്കും. ഇനി ഒരു സബ് ക്വസ്റ്റ്യൻ കൂടി അതിലുണ്ട്. എല്ലിൻ്റെയും എൽ ഡാഷിൻ്റെയും ഇടയിൽ കിടക്കുന്ന ഡിസ്റ്റൻസ് വേണം. ഇത് രണ്ടും പാരലൽ ലൈനാണ്. പാരലൽ ലൈൻ ആണെങ്കിൽ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ ഫോർമുലയുണ്ട്. മോഡുലസ് C1 - C2/√(a² + b²) ഈക്വൽ ടു മോഡുലസ് C1 എന്ന് പറയുന്നത് 5 മൈനസ് C2 എന്ന് പറയുന്നത് -10 ഡിവൈഡഡ് ബൈ √(a² + b² നമ്മൾ മുമ്പേ ചെയ്തതാണ്. √13 വരും. അതായത് 15/√13. ഇത്രയും ക്വസ്റ്റ്യൻസുകളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. കുറച്ച് ക്വസ്റ്റ്യൻസുകൾ കൂടി നമുക്ക് ഈ ചാപ്റ്ററിൽ പറയുവാനുണ്ട്. ബാക്കി ക്വസ്റ്റ്യൻസുകളുമായി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ.